നമസ്കാരം. ഇന്ന് വിശുദ്ധ ബൈബിളിൽ ആദ്യ മാതാപിതാക്കളായ ആദമിൻ്റെയും ഹൗവയുടെയും പതനത്തെപ്പറ്റിയുള്ള ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ആദമും ഹൗവയും ഏദൻ തോട്ടത്തിൽ വളരെ സമാധാനമായി ജീവിച്ചിരുന്നു. അപ്പോൾ അവരനുഭവിക്കുന്ന ആനന്ദവും സുരക്ഷിതത്വവും അപകടത്തിലാക്കണമെന്ന് സാത്താൻ തീരുമാനിച്ചു. പിന്നെ അതിനായിരുന്നു സാത്താൻ്റെ പരിശ്രമം. ദൈവത്തിൻ്റെ ശത്രുക്കളായ സാത്താനും കൂട്ടരും പിഴച്ച മാലാഖമാരാണ്. അവർ സമർത്ഥനാണ്, സൂത്രക്കാരനാണ്, പ്രതികാരബുദ്ധിയുള്ളവനാണ്. ഒരു ദിവസം സാത്താൻ ഒരു സർപ്പത്തിൻ്റെ രൂപത്തിൽ ഏദൻ തോട്ടത്തിലേക്ക് കയറി വിലക്കപ്പെട്ട മരത്തിൻ്റെ ചുവട്ടിലേക്ക് അടുത്തു. അവൻ അതിന്മേലേക്ക് ഇഴഞ്ഞു കയറി എങ്ങനെയെങ്കിലും തൻ്റെ ലക്ഷ്യം നേടണമെന്ന് അവൻ തീരുമാനിച്ചു. നന്മതിന്മകളെ സംബന്ധിക്കുന്ന വിജ്ഞാനത്തിൻ്റെ വൃക്ഷക്കൊമ്പിൽ ഇരുന്നു കൊണ്ട് അവൻ ചുറ്റും നോക്കി. അപ്പോൾ ഹൗവ അതിലേ വരുന്നു. പാമ്പ് ഹൗവയോട് ചോദിച്ചു, ഈ തോട്ടത്തിലെ ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? ഉവ്വ്, ഹൗവ ഉടൻ മറുപടി പറഞ്ഞു. തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളിലെ ഫലങ്ങളും ഞങ്ങൾക്ക് ഭക്ഷിക്കാം. എന്നാൽ തോട്ടത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന ഈ വൃക്ഷത്തിൻ്റെ പഴം നിങ്ങൾ തിന്നരുത്, അതിൽ തൊടുക പോലും ചെയ്യരുത്. ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചത് തിന്നാൻ ഞങ്ങൾ മരിക്കും എന്നാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നത്. സാത്താൻ നുണയനാണ്. അതുകൊണ്ട് അവൻ ആ സ്ത്രീയോട് പറഞ്ഞു, ഇല്ല, നിശ്ചയമായി നിങ്ങൾ മരിക്കില്ല. സാത്താൻ തുടർന്നു, എന്തുകൊണ്ടെന്നാൽ അതിൽ നിന്ന് ഭക്ഷിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നിങ്ങൾ നന്മതിന്മകൾ തിരിച്ചറിഞ്ഞ് ദൈവത്തെപ്പോലെ ആകുമെന്നും ദൈവം അറിയുന്നു. പിശാചിൻ്റെ ഈ മറുപടി കേട്ടപ്പോൾ ഹൗവയ്ക്ക് സംശയമായി. പെട്ടെന്ന് ഹൗവ വല്ലാത്തൊരു ആശയമുണ്ടായി. അവളുടെ ഹൃദയമൊന്ന് തുടിച്ചു. ദൈവത്തെപ്പോലെ ആകണമെന്ന് ഹൗവയ്ക്ക് നിർബന്ധമായി. ഹൗവ സാത്താനെ വിശ്വസിച്ചു. ദൈവത്തിൻ്റെ വാക്കുകളിലാണ് അവൾക്ക് സംശയമായത്. ഹൗവ വിലക്കപ്പെട്ട ആ കനി തിന്നു. ഉടനെ തൻ്റെ ഭർത്താവിനും അതിലൊന്ന് കൊടുത്തു. രണ്ടുപേരും ആ കനി ഭക്ഷിച്ചു. അങ്ങനെ അവർ അനുസരണക്കേട് കാണിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനയെ ധിക്കരിക്കുകയും ചെയ്തു. അവർക്കപ്പോൾ വലിയൊരു മാറ്റം സംഭവിച്ചു. ദൈവവുമായുള്ള അവരുടെ ബന്ധം തകർന്നു. മനുഷ്യൻ്റെ നിർമ്മലത പോയി.